ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഓരോ മനുഷ്യൻ്റെയും അന്തരംഗത്തിൽ സർവേശ്വരൻ നിറഞ്ഞിരിക്കുന്നു. അതെപ്രകാരമാണ് നാം ഏത് തരത്തിൽ ഭാവിക്കുന്നുവോ അപ്രകാരത്തിൽ പ്രകടമാകുന്നു. ഒരു കല്ലിൽ ഒരു ശില്പി ഏത് രൂപം വേണമെങ്കിലും ആ കല്ലിൽ നിന്നും ആ ശില്പിക്ക് രൂപാന്തരപ്പെടുത്തിയെടുക്കാമല്ലോ. ഒരു ആനക്കുട്ടിയെ കല്ലുകൊണ്ട് കൊത്തിയെടുക്കാൻ, ഒരു കാളക്കുട്ടിയെ കൊത്തിയെടുക്കാം, ഒരു മനുഷ്യക്കുട്ടിയെ കൊത്തിയെടുക്കാം. അത് ശില്പിയുടെ ഭാവത്തിനനുസരിച്ചാണ്. കല്ല് ആന പോലെയോ ശില്പി പോലെയോ അല്ല. കല്ല് കല്ലിൻ്റേതായ രൂപത്തിൽ വർത്തിക്കുന്നു. അതിൽ ഏത് രൂപം വേണമെങ്കിലും വാർത്തെടുക്കാൻ ശില്പിക്ക് സാധിക്കും. അപ്രകാരമാണ് സർവേശ്വരനിൽ ഏത് രൂപത്തിൽ ഏതു ഭാവത്തിൽ നാം ഭജിക്കുന്നുവോ ആ രൂപത്തിൽ ആ ഭാവത്തിൽ നമുക്കത് പ്രകടമാകുന്നു. അതുപോലെയാണ് ശില്പിയുടെ മനോഭാവത്തിനനുസരിച്ചൊരു കല്ലിൽ നിന്ന് ശില്പം രൂപാന്തരപ്പെടുന്നത് പോലെ സർവേശ്വരനിൽ ഭക്തൻ്റെ മനസ്സെങ്ങനെയാണോ അതിനനുസരിച്ച് അത് രൂപാന്തരപ്പെട്ടു വരുന്നു. അതൊരു സത്യമാണ്. അതാണ് ഒരു കവി പറഞ്ഞത്, ശില്പങ്ങൾ ശിലകളിൽ കാത്തിരുന്നിടുന്നു, ശില്പിതൻ കരസ്പർശം ഏറ്റുവാങ്ങാൻ. ഹൃത്തിൽ മഹേശ്വരൻ കാത്തിരുന്നിടുന്നു, ഭക്തർ തൻ ഭാവന ഏറ്റുവാങ്ങാൻ. ഓരോ ഹൃത്തിലും മഹേശ്വരൻ ഇരിക്കുന്നു. അത് ഭക്തൻ എപ്രകാരം ഭാവിക്കുന്നുവോ അപ്രകാരത്തിൽ അത് പ്രകടമാകുന്നു. ഏതുപോലെ ശില്പങ്ങൾ ശിലകളിൽ കാത്തിരുന്നിടുന്നു. ഒരു കല്ലിൽ അതിൽ നിന്ന് എടുക്കുന്ന ശിലകൾ ഏത് ശില്പം വേണമെങ്കിലും ആ ശിലയിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കും. അത് ശില്പിയുടെ കരവിരുതിന് അനുസരിച്ചാണ്. അപ്രകാരമാണ് ആ കല്ലിൻ്റെ സ്ഥാനത്താണ് സർവേശ്വരൻ. ആ ശില്പിയാണ് ഭക്തൻ. അതുപോലെ ഹൃത്തിൽ മഹേശ്വരൻ കാത്തിരുന്നിടുന്നു. ഹൃത്തിൽ മഹേശ്വരൻ കാത്തിരുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ സർവേശ്വരൻ ഇരിക്കുന്നു. ഭക്തർ തൻ ഭാവന ഏറ്റുവാങ്ങാൻ. ഒരു ഭക്തൻ എപ്രകാരം ഭാവിക്കുന്നുവോ ആ ഭാവത്തിൽ പ്രകടമാകാൻ കാത്തിരിക്കുന്നു. വില്വമംഗലം തൻ്റെ മനസ്സിൽ നിരന്തരം ഉണ്ണിക്കണ്ണനെ തന്നെ ധ്യാനിച്ച് അദ്ദേഹം ധ്യാനത്തിനിരുന്നാൽ ഉണ്ണിക്കണ്ണനായി മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. ഉണ്ണിക്കണ്ണനായി തൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ കാരണം തൻ്റെ മനസ്സിൻ്റെ ദൃഢീഭാവമാണ്. എന്നിട്ട് കണ്ണനെ കൂട്ടുകയും അതിന് പലഹാരങ്ങൾ ഉണ്ടാക്കുകയും പൂജിക്കുകയും മടിയിലെടുത്ത് ലാളിക്കുകയും ഇതെല്ലാം അദ്ദേഹത്തിന് സത്യമാണ്. അദ്ദേഹം ഉണ്ണിയെ എടുത്ത് മടിയിലെടുക്കുന്ന മറ്റൊരാൾ കണ്ടാൽ വില്വമംഗലത്തിനെ മാത്രം അവർ കാണും, ഉണ്ണിയെ കാണില്ല. ഉണ്ണിയുടെ കൂടെ ഓടിക്കളിക്കുന്ന സമയത്ത് വില്വമംഗലം ഓടിക്കളിക്കുന്നത് കാണാം, ഉണ്ണിയെ മറ്റുള്ളവർക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം ആ ഉണ്ണി അവിടെ വില്വമംഗലത്തിൻ്റെ ഭാവനാ സൃഷ്ടിയാണ്. മനസ്സേകാഗ്രമായാൽ അപ്രകാരത്തിൽ അനുഭവവേദ്യമാകും. അതാണ് ഇവിടെ പറയുന്നത്. ഒരു ഭക്തൻ്റെ ഭാവനയ്ക്കനുസരിച്ച് ഭഗവാൻ പ്രകടമാകുന്നു എന്ന്. ശില്പങ്ങൾ ശിലകളിൽ കാത്തിരുന്നിടുന്നു, ശില്പിതൻ കരസ്പർശം ഏറ്റുവാങ്ങാൻ. ഹൃത്തിൽ മഹേശ്വരൻ കാത്തിരുന്നിടുന്നു, ഭക്തർ തൻ ഭാവന ഏറ്റുവാങ്ങാൻ. ഭക്തൻ്റെ ഭാവന ഏറ്റുവാങ്ങാൻ ഭഗവാൻ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃത്തിൽ കാത്തിരിക്കുന്നു
നമ്മളെ എങ്ങനെ ഭാവിക്കുന്നുവോ, ശിവനായിട്ട് ഭാവിച്ചാൽ ശിവൻ്റെ രൂപത്തിൽ വരും, വിഷ്ണുവായിട്ട് ഭാവിച്ചാൽ വിഷ്ണുവിൻ്റെ രൂപത്തിൽ വരും, കൃഷ്ണനായി ഭാവിച്ചാൽ കൃഷ്ണനായിട്ട് വരും, രാമനായി ഭാവിച്ചാൽ രാമനായിട്ട് വരും, സ്കന്ദനായി സുബ്രഹ്മണ്യനായി ഭാവിച്ചാൽ സുബ്രഹ്മണ്യനായിട്ട് വരും, ഗണപതിയായി ഭാവിച്ചാൽ ഗണപതിയായി വരും. എന്ത് ഭാവിക്കുന്നുവോ അത് വരും. ചാത്തനെന്ന ഒരു ആടുമേയ്ക്കുന്ന ഒരു പ്രാകൃതനായ ഭക്തൻ ഭഗവാനെ പോത്തിൻ്റെ രൂപത്തിലാണ് കണ്ടത്. അദ്ദേഹത്തിന് പോത്തായി പ്രകടമാകുന്നു. അങ്ങനെ ഏത് ഭാവത്തിൽ കാണുന്നുവോ പരബ്രഹ്മത്തെ പോത്തായി കണ്ട ചാത്തനെ പോലെ നമ്മൾ ഏത് തരത്തിലുള്ള ഭാവനയാണോ വളർത്തുന്നത് ആ ഭാവത്തിൽ അത് പ്രകടമാകും. മനസ്സേകാഗ്രമായാൽ അസാധ്യമായിട്ട് ഒന്നും തന്നെ ഇല്ല. അതിനാൽ ശില്പങ്ങൾ ശിലകളിൽ കാത്തിരുന്നിടുന്നു, ശില്പിതൻ കരസ്പർശം ഏറ്റുവാങ്ങാൻ. ഹൃത്തിൽ മഹേശ്വരൻ കാത്തിരുന്നിടുന്നു, ഭക്തർ തൻ ഭാവന ഏറ്റുവാങ്ങാൻ.